കർത്താവിൻ്റെ അതിപരിശുദ്ധമാകുന്നതായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകജനതകൾക്ക് നടുവിൽ മാറാത്തവനും മാറ്റം സംഭവിക്കാത്തവനുമായ ക്രിസ്തുയേശുവിൻ്റെ സത്യവചനത്തെ നിരാത്രിയിൽ നിങ്ങളുടെ മുന്നിൽ സംസ്ഥാനം പ്രസ്താവിക്കാൻ കിട്ടിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രായം കൊണ്ടും പക്വത കൊണ്ടും ദൈവിക പരിജ്ഞാനം കൊണ്ടും ദൈവിക തേജസ്സും കൊണ്ടൊക്കെ എന്നെക്കാൾ ശ്രേഷ്ഠരായ ഒട്ടനവധി ദൈവദാസന്മാർ ഈ മീഡിയ വഴി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ. സകല ബഹുമാനവും അവർക്ക് അർപ്പിച്ചുകൊണ്ട് തന്നെ എനിക്കിതിന് ഈ മീഡിയ വഴി ശാലോം വാർത്താ മീഡിയ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ദൈവജനം ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നതായ കർത്താവിന്റെ ദാസൻ ക്ലെമന്റിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർക്കും ദൈവനാമത്തിൽ ഞാൻ എന്റെ നന്ദിയും വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. വളരെയധികം ഭീതിയിലൂടെ നമ്മുടെ രാജ്യവും നാടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ചില നിമിഷങ്ങളാണല്ലോ ഇന്ന്. വളരെ ശ്രദ്ധയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ നമ്മളെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണകളാണ്, ദൈവത്തിന്റെ കൃപയാണ് എന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ നമുക്ക് ഭാഗ്യം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഭീതിയിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിലും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഭാഗ്യ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നന്മകൾക്കും പകരം തിന്മകൾ പ്രവർത്തിക്കുന്ന വലിയൊരു കൂട്ടം മാനുഷിക ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഒരു പ്രദേശത്താണല്ലോ നാമും ആയിരിക്കുന്നത്. വളരെയധികം അരാജകത്തിന്റെയും അസമാധാനത്തിന്റെയും കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷത്തിലും കർത്താവിന്റെ വചനത്തെ ശ്രമിക്കുവാൻ ദൈവഭക്തന്മാരായിരിക്കുന്ന ദൈവമക്കൾക്ക് ഇടയാക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ മുഖാന്തരങ്ങൾ ഒരുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, അവരുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ ആശിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയ നല്ല അവസരത്തിന് സ്തോത്രം ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന ഈ ജീവിത നിലവാരത്തിലും പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന ഈ ജീവിത അന്തരീക്ഷത്തിലും കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ്, കർത്താവെ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹം മാത്രം മതി എന്ന് പറയുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഇടയായിത്തീരും. ഏത് പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലും കർത്താവെ എനിക്ക് അങ്ങയുടെ സ്നേഹം എന്റെ ജീവിതത്തെ കുളിർമയണിയിക്കുന്നു എന്ന് പറയുവാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് പറയുവാൻ ഇടയായിത്തീരുമാറാകട്ടെ. പാട്ടുകാരൻ പ്രകാരം പറയുന്നു, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ നീ, ദാഹം തീർക്കും ജീവനദി. ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ, നേസിക്കുന്നേ 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 നേസയാ. സ്നേഹിക്കുന്നേ
പരിശുദ്ധമാകുന്ന നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഈ രാത്രിയിൽ കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന ബഹുമാനിയ എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആമേൻ നന്ദിയും വന്ദനത്തെയും അറിയിച്ചുകൊണ്ട് വചനത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പറഞ്ഞ പ്രകാരമാണ്: സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടത് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊരിന്ത്യ സഭയ്ക്ക് കൊടുക്കുന്ന ആത്മീയ ചിന്തകളിൽ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. സുവിശേഷ നിമിത്തം ഞാൻ സകലവും സഹിക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി ഞാൻ സകലതും ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ അനേകർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബിരുദം പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ബിരുദം പ്രാപിക്കുവാൻ തക്കണം നിങ്ങളും ഓടണമെന്ന് കർത്തൃദാസൻ അടിവരയിട്ട് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ സ്വർഗരാജ്യ സുവിശേഷത്തിന് വേണ്ടി ശരീരത്തിൽ ഇതുപോലെ കഷ്ടത അനുഭവിച്ച വേറൊരു ഭക്തനും കുറിച്ചും ദൈവവചനം വ്യക്തമാക്കുന്നില്ല. തന്റെ കഷ്ടതയുടെ മേഖലകളെ കുറിച്ച് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ ആലേഖനം ചെയ്ത ക്രിസ്തു ഭക്തൻ ശരീരസ്ഥിതികൾ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം പേഴ്സണാലിറ്റി പറയുവാനൊന്നും തന്നെയില്ല, നിന്ദ്യമാണ്. കടലിലും കരയിലും ഒരുപോലെ കഷ്ടതകൾ അനുഭവിച്ച ഒരു ക്രിസ്തു ഭക്തൻ, ഒരു കൊച്ചു കൊട്ടയ്ക്കകത്തിരിക്കുവാൻ മാത്രം ശരീരസ്ഥിതിയുള്ള വലിയ മനുഷ്യൻ, കുത്തിയ പാമ്പിനെയും അതിജീവിച്ച് പട്ടണത്തെ പിടിച്ചു കുലുക്കിയ വലിയൊരു മനുഷ്യൻ, കപ്പൽ തകർന്നിട്ടും തളരാതെയും ഇരുന്ന വലിയ മനുഷ്യൻ. അദ്ദേഹം പറയുകയാണ് ആ പ്രസ്താവന: ഞാൻ സുവിശേഷ നിമിത്തം സകലതും ചെയ്യുകയാണ്. ഓട്ടക്കളത്തിൽ അനേകരുണ്ട് എനിക്കൊപ്പം, എന്നാൽ ബിരുദം പ്രാപിക്കുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമാണ്. ആ ഒരുവനായി തീരുവാൻ നിങ്ങളും ആഗ്രഹിക്കണമെന്ന് കർത്തദാസൻ വ്യക്തമാക്കി പറയുകയാണ്. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തെ കുറിച്ചും സുവിശേഷത്തിന് വേണ്ടി അത്യധാനം കഷ്ടപ്പെട്ട ഒട്ടനവധി ദൈവഭക്തന്മാരെ കുറിച്ചും ദൈവവചനം വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ ആ ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ അല്പനേരം വെച്ചിട്ട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? നാം ചിന്തിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ നാം പഠിച്ചു വച്ചിരിക്കുന്ന ചില തത്വജ്ഞാനങ്ങളോ തത്വചിന്തകളോ ആശയങ്ങളോ അഭിപ്രായങ്ങളല്ല, മറിച്ച് സകല മാനവകുലത്തിനും വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ സുഖങ്ങൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് താണിറങ്ങി വന്ന നസ്രയനായ യേശു ക്രിസ്തുവാണ് അവൻ സുവിശേഷം എന്ന് പറയാൻ നമുക്കിടയെ തീരുമാനമാകട്ടെ. 2 തീമോഥെയോസ് ലേഖനം 2:8 ഇപ്രകാരം തന്റെ ഭക്തനായിരിക്കുന്ന പൗലോസ് വിളിച്ചു പറയുന്നു: ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് എന്റെ സുവിശേഷം. അതെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ ഒരിക്കലായി ജനിച്ചു. തിരുവെഴുത്തുകളിൽ പറയും പ്രകാരം അവൻ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പറയുന്ന പ്രകാരം ഒരിക്കലായി നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ആ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് വായ കൊണ്ട് ഏറ്റു പറയുമ്പോൾ അവൻ സുവിശേഷത്തിന്റെ പൂർത്തീകരണം നടക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു: പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഭൂലോകത്തിലൊക്കെയും സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. അങ്ങനെ നാം പഠിക്കുമ്പോൾ മനസ്സിലാകുവാനിടയായി തീരുന്നൊരു കാര്യം, സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവം നമ്മെ സംവിധാനം ചെയ്ത ഒരു പദ്ധതിയാണ് സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയെത്തിരും. സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന 4 വിധ കാര്യങ്ങൾ: ഒന്ന് അവന്റെ ജനനം, 2 അവന്റെ മരണം, 3 അവന്റെ അടക്കം,
നാല് അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഈ 4 വിധ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സുവിശേഷം എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയാണെന്ന് റോമാലേഖനം അതിന്റെ 1:16 പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. സ്തോത്രം. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. സുവിശേഷത്തെ ദൈവത്തിന്റെ സുവിശേഷമെന്നും ക്രിസ്തുവിന്റെ സുവിശേഷമെന്നും ദാന സുവിശേഷമെന്നും ദൈവകൃപയുടെ സുവിശേഷമെന്നും ആമേൻ ആമേൻ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷമെന്നും തേജസ്സിന്റെ സുവിശേഷമെന്നും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. AD 150 ശേഷമായി നമുക്ക് 4 സുവിശേഷങ്ങൾ ആമേൻ ദൈവം നമുക്ക് പകരുവാൻ പരിശുദ്ധാത്മാവിനെ നൽകുവാനിടയായിത്തീർന്നു. അതിൽ ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. മത്തായി യേശുക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവനെ ദാസനായും, മർക്കോസിന്റെ സുവിശേഷത്തിൽ അവനെ ദാസനായും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആമേൻ സ്തോത്രം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന മനുഷ്യപുത്രനായും, യോഹന്നാന്റെ സുവിശേഷത്തിൽ അവന്റെ ദൈവത്വത്തെയും വിളിച്ച് ആമേൻ വരച്ച് കാട്ടിരിക്കുന്നത് നമുക്ക് കാണുവാനിടയായി. സുവിശേഷം എന്ന് പറയുന്നതിന്റെ വാക്ക് വർത്തമാനം അഥവാ നല്ല വർത്തമാനം എന്നുള്ളതാണ്, സുവാർത്ത എന്നുള്ളതാണ്. സുവിശേഷം എന്നത് സകല മനുഷ്യർക്കും സകല മാനവകുലത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷമാണെന്ന് ദൈവവചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാനിടയായിത്തീരുന്നു. ഇത് സ്വാഗോദരിക ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ് സുവിശേഷം എന്നുള്ളത്. ഇത് നിത്യതയുടെ സന്ദേശമാണ് ഇതിൽ വരച്ചു കാട്ടുന്നത്. ഇത് സമാധാനത്തിന്റെയും ആമേൻ അതുപോലെ തന്നെ ആമേൻ നന്മയുടെയും മാനസാന്തരത്തിന്റെയും നിത്യതയുടെ സന്ദേശമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നതാണ് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനിടയായിത്തീരും. ആരിൽ വീണുപോയ മനുഷ്യനെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ സുവിശേഷത്തിനിടയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇടയായിത്തീരുന്നു. ഈ നന്മയുടെ സുവിശേഷം അല്ലെങ്കിൽ ഈ ആമേൻ കല്ലിലെ നിത്യതയുടെ ഈ നിരപ്പിന്റെ സന്ദേശം ഒരുവൻ ഉൾക്കൊണ്ടിട്ട് ആ സുവിശേഷവുമായി അനേക ദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ആമേൻ സുവിശേഷകൻ സഭകൾ സ്ഥാപിക്കുകയും പിൽക്കാലത്ത് ആമേൻ വിശ്വസ്തതയാൽ സഭയെ പണിതുയർത്തുന്നത് അത്യുച്ഛനമാകുന്നു എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇത് നന്മയുടെ ഒരു സന്ദേശമായി നമുക്കിതിനെ ചിത്രീകരിക്കുവാൻ കഴിയും. ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഇതൊരുവനെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന സന്ദേശമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ആമേൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു ദൈവ പൈതലാണോ? ഇന്ന് രാത്രിയിൽ ഈ നിരപ്പിന്റെ ശുശ്രൂഷ, ആമേൻ ഈ സാഹോദര്യ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഈ ശുശ്രൂഷ ആരേറ്റെടുത്ത് സ്വർഗരാജ്യത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി ആമേ ഇറങ്ങിത്തിരിക്കുവാൻ താല്പര്യമുണ്ടോ? കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മളെ കാണുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് സുവിശേഷകൻ എന്ന പദം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഒരു പദവിയല്ല, മറിച്ച് അത് വലിയൊരു പ്രവർത്തനത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആമേൻ പദവി അലങ്കരിച്ചുകൊണ്ട് ആ പദവിയുടെ മൂടിപ്പുതപ്പിനുള്ളിൽ പുതച്ചിരിക്കുന്ന അനേകായിരങ്ങളുടെ നടുവിൽ സുവിശേഷം എന്ന വാക്ക് ഇന്ന് രാത്രിയിൽ അതിന്റെ അർത്ഥത്തെ പൂർണ്ണമാക്കുന്ന രീതിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ. സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷകൻ എന്ന് പറയുന്നത് ഒരു പദവിയല്ല, മറിച്ച് അത് വലിയൊരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുക. അപ്പോസ്തലന്മാരും മൂപ്പന്മാരും ക്രിസ്തുവും സുവിശേഷകന്മാരും ആമേൻ സുവിശേഷത്തിന് വേണ്ടി അത്യധികം അവൻ കഷ്ടപ്പെടുകയും സുവിശേഷത്തെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷിക്കുകയും ചെയ്തതായിട്ട് ദൈവവചനം വ്യക്തമാക്കുന്നു. എന്തിനേറെ പറയണം, ആദിമസഭയുടെ ആമേൻ സ്തോത്രം ഡീക്കന്മാരിൽ ഒരുവനായ ഫിലിപ്പോസിനെ കുറിച്ച് ദൈവവചനം വ്യക്തമാക്കുന്നു. അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. രാത്രിയിൽ സുവിശേഷകൻ എന്ന പദം ഒരു പദവിയെയല്ല, മറിച്ചൊരു പ്രവർത്തനത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു എന്ന് പറയുമ്പോൾ ആദിമ കാലഘട്ടങ്ങളിൽ സഭയുടെ പ്രവർത്തനം ഏത് നിലയിലായിരുന്നു, സുവിശേഷം ഏത് നിലയിൽ അത് പ്രവർത്തിക്കുവാനിടയായിരുന്നു, ആ സുവിശേഷത്തെ ഉൾക്കൊണ്ട വ്യക്തി ആ ദൈവദാസന്മാർ എങ്ങനെ പ്രവർത്തിക്കുവാനിടയായി തീർന്നു എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കിവിടേത്തിരും. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 6-8 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ വലിയൊരു സുവിശേഷത്തിന്റെ പ്രവർത്തനത്തെ നമുക്ക് അവിടെ കാണുവാനെടുത്തിരുന്നു.
6:7 പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനിടയെത്തുന്നത്, ദൈവവചനം അവൻ യെരൂശലേമിൽ ദൈവത്തിന്റെ വചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസന അധീനരായി തീർന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനിടയെത്തിയിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ആദിമസഭയിൽ അവൻ മേശമേൽ സൃഷ്ടിക്കേണ്ട തെരഞ്ഞെടുത്തവനായ സ്തേഫാനോസ് കൃപയും സത്യവും നിറഞ്ഞവനായി യെരൂശലേമിന്റെ തിരുവീതിയിൽ സുവിശേഷത്തിന് വേണ്ടി വക്താവായി തീരുകയാണ്. ആ സുവിശേഷത്തിന് വേണ്ടി ആമേൻ നിരപ്പിന്റെ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട്, സമാധാനത്തിന്റെ ആമേകളിലെ സന്തോഷത്തിന്റെ ആ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് യെരൂശലേമിന്റെ തെരുവീതിയിൽ അവൻ ശുശ്രൂഷിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനിടയായിത്തീരും. സ്തോത്രം. ഈ സുവിശേഷ പുരോഗത ബിന്ദങ്ങൾ ഉൾപ്പെടെ അവർ ഏറ്റെടുത്തതായി നമുക്ക് കാണുവാനിടയായിത്തീരും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേ കിട്ടിയ ശുശ്രൂഷയെ മാനിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ശുശ്രൂഷകന്മാരെ, ഇന്ന് രാത്രിയിൽ ആമേൻ കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ആമേൻ, കിട്ടിയ ശുശ്രൂഷയെ മാനിച്ചുകൊണ്ട് ആമേൻ നീ നിലകൊള്ളുന്നുവെങ്കിൽ നിന്റെ ശുശ്രൂഷയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് ആമേൻ അനേകായിരം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങി ചെന്നിട്ട് ആമേൻ ഹല്ലേലൂയ പദവി അലങ്കരിച്ചിരിക്കുന്നവരും, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, വലിയ സമൂഹത്തിൽ ഉന്നതന്മാരായാലും ആര് തന്നെ ആയാലും അവർ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന മാലിപാത്രമാക്കി ശുദ്ധീകരിക്കുവാൻ കർത്താവിന് ഹിതമുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശക്തമായി നിങ്ങളോട് ആമേൻ സംസാരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. വലിയൊരു കുറ്റം ആമേൻ യെരൂശലേമിന്റെ ആമേൻ ഹല്ലേലൂയ തിരുവീതിയിൽ നിന്നും പൗരോഹിത്യ വൃന്ദങ്ങൾ ഉൾപ്പെടെ പുരോഹിതന്മാരുൾപ്പെടെ കടന്നു വരിക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, വലിയ അത്ഭുതങ്ങളിലും അടയാളങ്ങളും അവർ വിശ്വസിക്കുകയാണ്, അവരെ ഏറ്റെടുക്കുക. 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ഈ സുവിശേഷ നിമിത്തം ഉണ്ടായ ആമേൻ ഹല്ലേലൂയ പ്രസംഗം നിമിത്തം, ആമേൻ സ്തേഫാനോസിന്റെ ആമേൻ പ്രസംഗം നിമിത്തം ആമേൻ ഹല്ലേലൂയ സ്തേഫാനോസ് രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. തുടർന്ന് അപ്പോസ്തലന്മാരൊഴികെ മറ്റുള്ളവരെല്ലാം ആമേൻ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആമേൻ ചിതറപ്പെടുകയാണ്. 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആമേൻ മേശമേൽ ശുശ്രൂഷിച്ച സുവിശേഷകൻ എന്ന വിളിപ്പേരിനാൽ അറിയപ്പെടുന്ന സുവിശേഷകനായ ഫിലിപ്പോസിനെ കർത്താവിന്റെ കരങ്ങളിൽ ദൈവം തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാനിടയെത്തിരും. ശമരിയ പട്ടണത്തിൽ ആമേൻ സ്തോത്രം. ആമേൻ കർത്താവ് നോക്കുന്നത് നിന്റെ സമ്പത്തിനെയോ ആമേൻ നിന്നിൽ പകർന്ന ആമേൻ നിന്റെ ആമേൻ ഭവനത്തിന്റെ ശ്രേഷ്ഠതകളെയോ, നീ ഉന്നത കുലത്തിൽ ജനിച്ചവനാണെന്നോ ആമേൻ നിന്റെ സൗന്ദര്യത്തെയോ അല്ല കർത്താവ് നോക്കുന്നത്. ആരുടെ മേൽ ദൈവത്തിന്റെ നിയോഗമുണ്ടോ, ആരുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി കിടക്കുന്നുണ്ടോ, ആമൻ ആദ്യം ആരുടെ മേൽ കർത്താവിന്റെ സുവിശേഷത്തെ സത്യസന്ധപരമായി ദേശത്തിന്റെ നടുവിൽ ഈ നിരപ്പിന്റെ ശുശ്രൂഷയെ ആമീൻ നിത്യതയുടെ ആമീൻ സുവിശേഷത്തെ അറിയിക്കുവാൻ ആരാഗ്രഹിക്കുന്നുവോ, ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ആര് എളിമപ്പെടുന്നുവോ അവനെ കർത്താവ് കരങ്ങൾ എടുത്തു ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ നമുക്കിടയായിത്തീരും. അതറിയെ ഫിലിപ്പോസിനെ ആമേൻ ശമരിയ പട്ടണത്തിൽ കൊണ്ടെത്തിച്ചത് അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. അവൻ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ അഭിഷേകത്തിന് പ്രായപരിധികളില്ല കേട്ടോ, ദൈവത്തിന്റെ അഭിഷേകത്തിന് വകഭേദങ്ങളില്ല കേട്ടോ. ആമേ പദവിയിൽ ഉന്നതനാണെന്നോ പദവിയിൽ കുറഞ്ഞവനാണെന്നോ എന്റെ കർത്താവിന് ആമേൻ നിന്നെ കുറിച്ച് ആമേ സ്തോത്രം പദവിയിൽ ഇരിക്കുന്നവനാണെന്നോ കർത്താവ് നോക്കുന്നില്ല. ആമേൻ സ്തോത്രം. ആർക്ക് ദൈവ നിയോഗമുണ്ടോ, ആര് ദൈവസന്നിധിയിൽ ആമേ കർത്താവെ ഞാൻ ആമേ കിട്ടിയ ശുശ്രൂഷ ഞാൻ മാനിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു വീണ് അവന്റെ മുമ്പിൽ മുട്ടുമുടക്കുന്നുവോ കർത്താവിന് അവരെ ദൈവത്തിന്റെ കരങ്ങൾ എടുത്ത് ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ആമേൻ മേശമേൽ ശുശ്രൂഷിച്ചവനാണ് ആമേൻ കർത്താവിന്റെ ദാസനായിരിക്കുന്ന ആമേൻ സ്തോത്രം സുവിശേഷകനായ ഫിലിപ്പോസ്. ആമേൻ മേശമേൽ ശുശ്രൂഷിച്ചതിന് ശേഷമായി അദ്ദേഹം തന്റെ കുടുംബത്തിൽ കടന്നുപോയി. തന്റെ മക്കളും കുഞ്ഞുങ്ങളും ആമേൻ തന്റെ ഭാര്യയുമായി ഒരുമിച്ചിരുന്ന് ആമേൻ കർത്താവിന്റെ മുമ്പിൽ കരയുന്ന ഒരു അനുഭവം തനിക്കുണ്ടായിരിക്കും. കർത്താവെ, ആമേൻ മേശമേൽ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരമാണ് എനിക്ക് കർത്താവ് തന്നതെങ്കിലും ഞാൻ അത് ഏറ്റെടുക്കുകയാണ്. അത് വലിയ കാര്യമാണ് കർത്താവെ. ആ ശുശ്രൂഷ ഞാൻ മാനിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമായിരുന്നു. ഇന്ന് രാത്രിയിൽ ഓർക്കുകയാണ്. അങ്ങനെ ദൈവത്തിന് മുന്നിൽ കരഞ്ഞ ആമേൻ സ്തോത്രം സുവിശേഷകനായ ഫിലിപ്പോസിനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായിത്തീർന്നു.
ആമേ ഇതിന് മാസ്റ്ററെന്നോ കിളവനെന്നോ പ്രായഭേദങ്ങളില്ല കേട്ടോ. ആമേൻ സ്തോത്രം. ഇത് ആമേ പദവിയിലുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ കർത്താവിനത് ആമെങ്കിൽ നോട്ടമില്ല. ആര് ദൈവത്തിന്റെ സന്നിധിയിൽ ഡെഡിക്കേഷനോട് ഇറങ്ങി പ്രവർത്തിക്കുന്നുവോ അവരെ കർത്താവിന്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാനിടയെ തീരും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുകയാ, അവൻ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. ആമേൻ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം ആ ഡെഡിക്കേഷനാണ് കർത്താവിന് ഇഷ്ടമായി തീരുന്നത്. ആമേൻ സത്യവചനത്തെ പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി ആമേൻ ദേശത്തിന്റെ നടുവിൽ സത്യസന്ധതയോട് കൂടെ നിൽക്കുന്ന ഒരുവനെ കർത്താവിൽ നിന്ന് ആമേൻ നോക്കി കാണുകയാണ്. ആര് ദൈവത്തിന്റെ സന്നിധിയിൽ സത്യസന്ധപൂർവമായി സുവിശേഷത്തിന്റെ അതിന്റെ സകല പൂർണ്ണതയോട് കൂടി സുവിശേഷിക്കുവാൻ ആർക്ക് ആമേൻ വലിയ താല്പര്യമുണ്ട് അവരെ നോക്കി കാണുന്ന ഒരു ദൈവം. തീമോഥെയോസിന് എഴുതുന്ന ലേഖനം ആമേൻ കർത്താവിന്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതുന്നത് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ്. റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്റെ രണ്ട് കരങ്ങൾക്കും ചങ്ങലയിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പേ പല കാരാഗ്രഹങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കിടന്നിട്ടുണ്ട്. ഫിലിപ്പിയ കാരാഗ്രഹത്തിലേക്ക് ചെല്ലുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോട് കൂടെ ശീലാസൻ തന്റെ കൂടെ ഉണ്ട്. വൃദ്ധദാസന്മാരുടെ രണ്ട് കാലുകൾ നാമത്തിലിട്ടിരിക്കുകയാണ്. വൃദ്ധദാസന്മാർ രാത്രിയുടെ യാമത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാനിടയെത്തുന്നു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുകുവാനിടയെത്തിരുന്നു. ചങ്ങലകൾ പൊട്ടുവാനിടയെത്തിരുന്നു. ആമെ ബന്ധിച്ചിരിക്കുന്ന ആമെ സകല ബന്ധനങ്ങളും അഴിഞ്ഞു ആമൻ അവർ പുറത്തു കടന്നവരുമാനിടയായി തീർന്നു. ആമേൻ അപ്പോസ്തലന്മാർ മുഖാന്തരം കാരാഗ്രഹത്തിന്റെ പ്രമാണിയും രക്ഷിക്കപ്പെടുന്ന അനുഭവം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ കർത്താവിന്റെ കരങ്ങളിൽ ആശ്രയിച്ച് ഉറച്ച് പ്രാർത്ഥിക്കുന്ന നിന്നെ മാത്രമല്ല കർത്താവ് വിടുവിക്കുന്നത്, നിന്റെ പ്രാർത്ഥനയിൽ കൂടി ആമേൻ സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി നീ കരയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ കേൾക്കുന്ന ദൈവം അവരെയും കൂടി വിടുവിക്കുകയാണ്. റോമൻ കാരാഗ്രഹത്തിൽ രണ്ട് കരങ്ങളിലും ചങ്ങലയിട്ടുകൊണ്ട് ഇവൻ ഇനി ഒരിക്കലും പുറത്തു വരരുത്, ഇവൻ ഇവിടം കൊണ്ട് തീരണമെന്ന് ആഗ്രഹിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്ന അനുഭവം നോക്കണമേ. തനിക്ക് മനസ്സിലായി തന്റെ നിര്യാണകാലം അടുത്തിരിക്കുകയാണ്. തന്റെ നിജപുത്രനാകുന്ന ആമേൻ സ്തോത്രം നിജപുത്രന് വേണ്ടി എഴുതിയ ലേഖനമാണെന്ന് നമുക്ക് അവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. രണ്ട് കരങ്ങളും ചങ്ങലയിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ പൈതലെ, സഹോദര സഹോദരി, നിന്റെ രണ്ട് കരങ്ങൾക്കും ചങ്ങലയിട്ടാലും ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതിയാണ്. നീ ലേഖനം എഴുതി പുറത്തിറങ്ങണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ പുറത്തു കണ്ടുവന്നതുപോലെ നിന്റെ രണ്ട് കരങ്ങൾക്കും ചങ്ങലയിട്ടാലും നിന്നെ അഭിഷിക്ത ലേഖനം എഴുതി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ജനമേ, ഓർത്തുകൊള്ളുക. ഇന്ന് രാത്രിയിൽ ചങ്ങല കൊണ്ട് തീരുന്നതല്ല പ്രസ്ഥാനം, ചങ്ങല കൊണ്ട് തീരുന്നതല്ല ദൈവത്തിന്റെ സുവിശേഷം, ചങ്ങല കൊണ്ട് തീരുന്നതല്ല സുവിശേഷത്തിന്റെ പ്രവർത്തനം. ആമേൻ ചങ്ങല കൊണ്ട് തീർക്കുവാൻ, സുവിശേഷനെ ഒതുക്കുവാൻ കഴിയുന്നതല്ല. ഇന്ന് രാത്രിയിൽ അതിനപ്പുറമായി ഒരുപക്ഷെ പണത്തിന്റെ അപര്യാപ്തത, ഒരുപക്ഷെ ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവത്തിന്റെ ജനങ്ങൾക്ക്, കർത്തൃനാമത്തിൽ ആശ്രയിച്ച് ഉറച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്ക് ഒരുപക്ഷെ സാമ്പത്തികന്റെ പോരായ്മകൾ ഉണ്ടെങ്കിലും ആമേ സാമ്പത്തികത്തിന്റെ പോരായ്മകളെ വെല്ലുന്ന രീതിയിൽ അഭിഷേകത്തിന്റെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രസ്ഥാനത്തിന് നീ ഒരു നിക്ഷേപമാണെന്ന് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുക. രണ്ട് ചങ്ങല കൊണ്ട് ഒരിക്കലും ബന്ധിക്കുവാൻ സുവിശേഷകന്മാരെ കഴിയുകയില്ല, തളച്ചിടുവാൻ സുവിശേഷകന്മാരെ കഴിയുകയില്ല. സുവിശേഷത്തിന്റെ പ്രവർത്തനം ആമേൻ സ്തോത്രം രക്തസാക്ഷിത്വം വഹിച്ചു കഴിഞ്ഞാലും ഇനി ആരെതിർത്താലും ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിലെ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ ആമേൻ സാക്ഷികളാവും. ദൈവത്തിന്റെ വചനം പഠിച്ച് ആമേനിൽ തികഞ്ഞൊരു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭൃത്യന്മാർ മനസ്സിലാക്കുവാൻ കഴിയുന്ന എന്താണ്? അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ രക്തസാക്ഷികളായി തീരുവാനിടയെ എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്.
ഇന്ന് രാത്രിയിൽ ആമേ സ്തോത്രം, ആമേ കഷ്ടത, തീച്ചുളയുടെ അനുഭവം, ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും കർത്താവെ ഞാൻ പിന്നോട്ടില്ല. എന്നെ വിളിച്ചിറക്കിയത് കർത്താവാണ്. പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, പ്രതിസന്ധികൾ കടന്നു വരട്ടെ, എന്നാലും ഞാൻ പിന്നോട്ടില്ല, പുറകോട്ടില്ല. കർത്താവെ ഞാൻ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യുമെന്ന് അവൻ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് കടന്നു വരുവാൻ എത്ര പേർക്ക് കഴിയും? ഫിലിപ്പോസിനെ നോക്കൂ. ശമര്യ പട്ടണത്തിൽ കാലങ്ങളിൽ തന്റെ ശുശ്രൂഷകളെ കുറിച്ച് കാണുവാൻ കഴിയുന്നുള്ളെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിനുടമയായി തീരുന്നത് നമുക്ക് കാണുവാനായി തീരും. പ്രവാചികളായ 4 ആമേസ്തോത്രം മക്കൾ, ആമേസ്തോത്രം പെൺമക്കൾ തനിക്കുണ്ടായിരുന്നു. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കുടുംബമായി ദൈവം അവരെ മാറ്റുവാനിടയായി തീർന്നു. സുവിശേഷകരന്മാരെ, അപ്പോസ്തലന്മാരും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു സുവിശേഷകനായിരുന്ന ഫിലിപ്പോസിന്റെ കുടുംബം എന്ന് നമുക്ക് വ്യക്തമായി ദൈവജനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാനിടയായി. സ്തോത്രം, സുവിശേഷം എന്നുള്ളത് ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ, സ്തോത്രം, എന്റെ പിതാവ് പാസ്റ്ററാണ്, എന്റെ മാതാവ് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. പപ്പ പാസ്റ്ററായതുകൊണ്ട്, മമ്മ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് ഞാൻ അവരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ, അത് മാത്രമേ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞിരിക്കാതെ സ്തോത്രം, ദൈവത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുവാൻ, എന്റെ പിതാവ് ചെയ്തതിൽ അധികമായി എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ സുവിശേഷത്തിന് വേണ്ടി ഡെഡിക്കേഷനോട് കൂടെ പ്രവർത്തിക്കുവാൻ നിങ്ങളും ധൈര്യത്തോടെ ഇറങ്ങേണ്ടത് ആവശ്യം തന്നെയാണ്. ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. ഒരു പ്രത്യേക വിവാഹത്തിന് വേണ്ടി മാത്രമല്ല സുവിശേഷമുള്ളത്. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഏതൊരു ദൈവവേദനെയും അതാരുമായിക്കൊള്ളട്ടെ, സുവിശേഷത്തിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുവാൻ നിങ്ങളെ വിളിച്ചിറക്കിയിരിക്കുക. അത് ചെയ്യുവാൻ മനസ്സുള്ളവരാണോ എന്നാണ് ഇന്ന് രാത്രിയിൽ കർത്താവ് നോക്കുന്നത്. സ്തോത്രം, നമ്മുടെ കർത്താവ് വന്നത് ന്യായ പ്രമാണത്തെ നീക്കുവാനല്ല, അവൻ കടന്നു വന്നത് ന്യായ പ്രമാണത്തെ നിവർത്തിക്കുവാനത്രേ. ന്യായ പ്രമാണത്തെ നീക്കുവാനല്ല നമ്മുടെ കർത്താവ് വന്നത്, ന്യായ പ്രമാണത്തെ നിവർത്തിക്കുവാനത്രേ. എന്താണ് ന്യായപ്രമാണ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് പഠിക്കുവാനിടയായിത്തീരും. ദൈവജനം പറയുന്നു, സകല മനുഷ്യരും ദൈവത്തിൽ നിന്നകന്നു, ദൈവതേജസ്സിൽ നിന്നാകുന്നത് പാപമാണ്. ആദിമ മനുഷ്യരേക്ക് ആദവും ഹവ്വയും പാപം ചെയ്തു മുഖാന്തരമായി ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണം ഈ ലോകത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. എന്താണ് പാപം? സർവശക്തനായ ദൈവം തമ്പുരാൻ തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് മണ്ണ് കുഴച്ചുണ്ടാക്കി തന്റെ സ്തോത്രം അവന്റെ മൂക്കിലേക്ക് ജീവവിശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവന് പാർപ്പൻ അനുഗ്രഹിക്കപ്പെട്ട ഏതൻ പരദീസെ കർത്താവ് പണിത് ഏതൻ പരദീസിൽ അവനെ ആക്കുവാണ്ടേ തീർന്നു. സകല മൃഗജാലങ്ങളെയും ഭരിക്കുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നാൽ സ്തോത്രം കർത്താവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളിൽ നിന്നാകുന്നു ദൈവതേജസ്സിൽ നിന്ന് അകന്നതത്രേ പാപമെന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും. എന്നാൽ കാലാകാലങ്ങളായി മനുഷ്യന്റെ പാപം അവൻ മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരു ജനതയെ നോക്കി നിൽക്കുന്ന ഒരു കർത്താവിനെ അല്ലെങ്കിൽ ഒരു യഹോവയെ, ദൈവത്തെ നമുക്ക് അവിടെ കാണാം. അവൻ പാപത്തിൽ നിന്ന് അവന് ബോധിതനായി അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആശ്രയിക്കുവാൻ അവന് കഴിയുവാനിടയായി തീർന്നില്ല. മടങ്ങി വന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചുവെങ്കിലും കൃപയും സത്യവും യേശു മുഖാന്തരം അത്രേ നമുക്ക് ലഭിച്ചത്. ന്യായപ്രമാണ കാലഘട്ടത്തിൽ മഹാപുരോഹിതൻ തന്റെയും സകല ജനത്തിന്റെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടി തന്റെ ജീവന് പരിഹാരമായി ആണ്ടിലൊരിക്കൽ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിന്റെ രക്തത്തെ സ്തോത്രം ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് തരും. അവിടെ കാണുവാൻ കഴിയുന്നത് അവൻ പാപത്തിൽ നിന്ന് മോചിതനാകുന്നില്ല. അത് പാപത്തെ മറക്കപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു. അത് പലരും ശ്രമിച്ചു നോക്കി ജനത്തിന്റെ പാപത്തെ, സകല മാനവരാശിയുടെ പാപത്തെ എങ്ങനെ മോചിക്കുവാനിടയായിത്തീരും. എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന് നീതീകരിക്കപ്പെടുന്നില്ല. അവിടെ കാണുവാൻ കഴിയുന്നത് ന്യായപ്രമാണത്തിൽ
പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നതെന്ന് കാണുവാനിടയായിത്തീരുന്നു. പാപത്തെ മോചിക്കപ്പെടേണ്ടതിന് പകരം പാപം മറയ്ക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് കർത്താവ് ഇറങ്ങി വരുവാനിടയായിത്തീരുന്നത്. സകലമാനവരാശിയുടെ പാപത്തിന് പരിഹാരകനായി സ്വർഗീയ സുഖങ്ങൾ വെടിഞ്ഞിക ലോകത്തിലേക്ക് അവൻ കടന്നു വരുവാനിടയായിത്തീരുന്നു. നാം പാപം സംബന്ധിച്ച് മരിക്കണം, നീതിക്ക് ജീവിക്കേണ്ടത് ആവശ്യം തന്നെയാണെന്ന് മനസ്സിലാക്കിയ ദൈവം തമ്പുരാൻ അവൻ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കുവാനിടയായി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മോടുള്ള സ്നേഹത്തെ അവൻ കാൽവരിയിൽ പ്രദർശിപ്പിക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ സകല മനുഷ്യരുടെയും ചരിത്രം മരണം കൊണ്ട് അവസാനിക്കുകയാണ്. സകല മനുഷ്യരുടെയും ചരിത്രം. എന്നാൽ മരണം കൊണ്ട് ചരിത്രം തുടങ്ങി ഒറ്റൊരുവിനേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന, ഇന്നും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ചരിത്രപുത്രി. ഇന്ന് രാത്രിയിൽ അവനൊരു ചരിത്ര പുരുഷനാണെന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പല ചരിത്ര പുരുഷന്മാരും ഉടലെടുത്തിട്ടുണ്ട് ഭൂമിയിൽ. എന്നാൽ അവർ മരണം കൊണ്ട് അവസാനിച്ചു. എന്നാൽ മരണം കൊണ്ട് ചരിത്രം തുടങ്ങി ഒറ്റൊരുവനേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു അത്രേ. പരിശുദ്ധാത്മാവനാൽ കന്യാകുന്ന മറിയുടെ ഉദരത്തിൽ കട്ടമടത്തുലുകത്തിൽ ജനനമാ തുടങ്ങിയ നസ്രയനായ യേശു ക്രിസ്തു ഒരു വഴി അമ്പലത്തിൽ കാലിത്തൊഴുത്തിൽ അവൻ ജന്മമെടുക്കുകയാണ്. 18 വയസ്സ് 30 വയസ്സ് വരെയും അവൻ അവന്റെ കുടുംബത്തോടൊപ്പം കുടുംബത്തിന്റെ ബാധകൾ ഏറ്റെടുത്തിരുന്ന ഒരു യേശുവിനെ നമുക്ക് അവിടെ കാണാം. വയസ്സ് 30 തികഞ്ഞു. ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. നീണ്ട 72 കിലോമീറ്ററും യോർദാന്റെ തീരത്തേക്ക് നടന്നെടുക്കുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അവൻ ഒറ്റയ്ക്ക് നടക്കുകയാണ്. ഒരു പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് മുന്നേ കടന്നു വരുന്നതിന് മുമ്പേ യേശുവിന്റെ കുടുംബത്തോടൊപ്പം യേശുവിനോടൊപ്പം അനേകർ സഞ്ചരിച്ചിരിക്കാം. ഒരു ഗ്രാമം മുഴുവൻ ഉണ്ടായിരുന്നു വന്നേക്കാം. എന്നാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച യേശു ഒറ്റയ്ക്ക് യോർദാന്റെ തീരത്തേക്ക് നടന്നെടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. അവൻ അട്ടിക്ക് വകയില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് യേശുവിന്റെ ജനനം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഉള്ളത്തിൽ നിന്റെ കുടുംബത്തിൽ യേശു ജനിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. യേശു നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ അരിഷ്ടതാവസ്ഥ മാറുകയാണ്. നിന്റെ മുമ്പിലത്തെ അവസ്ഥകൾ മാറുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നീ ആമേൻ ലോകത്തിന്റെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടല്ല നിന്റെ ജീവിതം ഇനി ആത്മീയമായി നീ സമ്പന്നനായി തീരുവാൻ ഇടയാകുകയാണ്. ആത്മാവിന്റെ കൃപയിൽ നീ അവൻ വളരുകയാണ്. സ്തോത്രം. നിന്റെ ഇരുട്ട് നിന്നിൽ നിന്ന് മാറി കിട്ടുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി അവൻ നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ജനിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. യോർദാന്റെ തീരത്ത് നിന്ന് കൃപയുള്ളവനായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ കൃപയിൽ ബലപ്പെട്ടു ആത്മാവ് പ്രാപിച്ചവനായി അവൻ അവിടെ നിന്നില്ല. അവൻ ഗലീലയിലേക്ക് പുറപ്പെടുവാനിടയായിത്തീർന്നു. അവൻ കാനാവിലെ അവൻ കല്യാണത്തിന്റെ ആ വിരുന്ന് സൽക്കാരം ഉൾപ്പെടെ തുടങ്ങുകയാണ്. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം അവിടെ തുടങ്ങുകയാണ്. ലോകത്തിൽ മാനുഷികമായി നാം എന്തൊക്കെ പദ്ധതികൾ നിരൂപീകരിച്ചാലും എന്തൊക്കെ സമൃദ്ധി നമുക്കുണ്ടായാലും ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു, ഈ ലോകത്തിൽ മാനുഷികമായി ഉണ്ടാകുന്ന സമൃദ്ധികൾ അല്പനേരത്തേക്കേ ഉള്ളൂ കുഞ്ഞേ. എന്നാൽ ദൈവം തരുന്ന സമൃദ്ധി അത് നമ്മുടെ ജീവിതാന്ത്യത്തോളം നമ്മെ പിന്തുടരുവാനിടയായിത്തീരും. അതത്ര ദൈവത്തിന്റെ സമൃദ്ധി. അത് അനുഭവിച്ചറിഞ്ഞൊരു കുടുംബമാണ് കാനാവിലെ ആ കല്യാണത്തിന്റെ ആമേൻ, സ്തോത്രം, യേശുവിന്റെ സാന്നിധ്യം മൂലം അനുഭവിച്ചറിഞ്ഞ ആ കുടുംബം. അവിടെ നാം വായിക്കുവാനിടയായിത്തീർന്ന് യേശുവിനെ തന്റെ ശിഷ്യന്മാരെ എവിടെയൊക്കെ വിളിച്ചതായിട്ട് നമുക്ക് കാണുവാനിടയായിത്തീരും. രാത്രിയിൽ ഏത് സമസ്ത മേഖലകളിലും അവനത് ആത്മീയമായുള്ള കാര്യങ്ങളായാലും ഭൗതികമായുള്ള ഏത് മേഖലകളിലായിരുന്നാലും കർത്താവിനെ നാം ക്ഷണിക്കേണ്ടത് ആവശ്യം തന്നെയാണ്.
കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരെല്ലാം നമുക്കെതിരായി തീർന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലത്തോളം നമ്മെ നമ്മുടെ സമൃദ്ധിയിൽ അവൻ നമ്മെ വഴി നടത്തുകയാണ്. അവൻ യേശു അനേകരെ അവൻ മുടന്തരെ സൗഖ്യമാക്കുവാൻ തീർന്നു, അനേക കുഴിടക്ക് കാഴ്ച കൊടുക്കുവാൻ തീർന്നു, അനേകരെ രോഗികളെ തൊട്ട് സൗഖ്യപ്പെടുത്തുവാൻ തീർന്നു, കുഷ്ഠം ബാധിച്ച് അനേകരെ കുഷ്ഠം മാറ്റി കൊടുക്കുവാൻ തീർന്നു. അനേകരുടെ ജീവിതത്തിന്റെ നിലവാരം മാറിക്കിട്ടുകയാണ്. കഴിഞ്ഞ ദിവസം വരെ പാറയുടെ അനേക ജീവിതങ്ങൾ കടന്നു വരുമ്പോൾ അവർ കാണാതെ പാറയുടെ ആമെങ്കിലും മറവിലായിരുന്ന ചില മനുഷ്യരെ അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. എനിക്കിനി എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ തന്നെയാ എന്ന് നിരൂപിച്ച പലർക്കും അവൻ നിവർന്നു നിൽക്കുവാൻ, അവന്റെ ജീവിത അന്തരീക്ഷത്തെ മാറ്റിവിരിക്കുവാൻ കർത്താവിടെ അജ്ഞതയുടെ കൂരിരുട്ടിന്റെ അന്ധതമസിന്റെ അജ്ഞതയിൽ ആണ്ടുപോയ അനേകർക്ക് അവൻ വെളിച്ചമായി മാറുകയാണ്. യേശുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മാതാപിതാക്കളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ സഹോദരങ്ങളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് സ്തോത്രം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്തോത്രം അവരുടെ ശബ്ദം എനിക്ക് എന്റെ കാതുകൾ കേൾക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് എന്റെ മാതാപിതാക്കളെ അടുത്ത് കാണുവാൻ കഴിയും, എന്റെ സഹോദരങ്ങളെ കാണുവാൻ കഴിയും, എന്റെ സ്നേഹിതന്മാരെ എനിക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവരുടെ ശബ്ദം എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ചില ആളുകളുടെ സ്തോത്രം ഹൃദയ വിചാരങ്ങളെ അവൻ മാറ്റി എഴുതുകയാണ്. 42 മാസത്തെ മിനിസ്ട്രി, 3.5 വർഷത്തെ മിനിസ്ട്രി യേശു അത്ഭുതകരമായി ചെയ്യുകയാണ്. യേശു പാലസ്തീൻ വിട്ട് മറ്റെങ്ങോ അവൻ കടന്നുപോയില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കേവലം 2 ഭാഷകൾ സംസാരിച്ച് 5 ഭൂഖണ്ഡത്തെ പിടിച്ചു കുലുക്കിയ ഒറ്റൊരുവനേ ഉള്ളൂ. അതത്രേ നസറേയനായ യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിൽ ചിന്തിക്കൂ. ദൈവവചനം പഠിച്ചിട്ടിറങ്ങുന്ന ഒരു ദൈവ വൈതലിനെ കുറിച്ച് ചിന്തിക്കൂ. അടുത്ത നിമിഷങ്ങളിൽ സ്തോത്രം ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. അടുത്ത നിമിഷങ്ങളിൽ അവൻ വിസ എടുക്കുകയാണ്, അവൻ പാസ്പോർട്ട് കരസ്ഥമാക്കുകയാണ്, അവൻ പല രാജ്യങ്ങളിൽ കടന്നു പോവുകയാണ്. സുവിശേഷത്തിന് വേണ്ടി അനേക കിലോമീറ്ററുകൾ നടന്നു പോവുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കൂ. യേശു ദിവസങ്ങളിൽ അല്പമാത്രം സഞ്ചാരിച്ച് പകലന്തിയോളം അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് രാത്രിയിൽ അവൻ അനേകർക്ക് വേണ്ടി കരയുകയാണ്. അവൻ പകല് മുഴുവൻ അത്ഭുതങ്ങളും അടയാളം ചെയ്തിട്ട് രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാനിടയായി തീരും. അവന്റെ പുറകിൽ അനേക പുരുഷാരങ്ങൾ കടന്നു പോകുകയാണ്. യേശു അത്ഭുതം ചെയ്ത യേശുവിന്റെ പ്രവർത്തനത്തെ എതിരായി അനേക സ്ഥലങ്ങളിൽ അനേകർ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും അവൻ സൗഖ്യമാക്കിയ ഒരുവൻ പോലും, അവൻ അത്ഭുതം ചെയ്ത ഒരുവൻ പോലും അതിനെതിരായി എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കൂ. അവന്റെ അത്ഭുതം വ്യക്തമാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾ വ്യക്തമാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം ആരൊക്കെയോടൊക്കെയോ പറയുന്നു. യേശുവിന്റെ ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമാക്കുകയാണ്. എന്തായിരുന്നു ക്രിസ്തുവിന്റെ ഉള്ള ഭാവം? നാം കേട്ടതുപോലെ അവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യക്തമായിരുന്നു. യേശു സൗഖ്യമാക്കാത്ത ഒരുവനെ സ്റ്റേജിൽ പിടിച്ചു കയറ്റി അവൻ അത്ഭുതത്താൽ ഇവൻ സൗഖ്യമുള്ളവനായി ഇവന്റെ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ പോവുകയാണെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. യേശു സൗഖ്യമാക്കിയ ഒരുവനെ അടുത്തു നിന്ന് യേശു അവനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും മറ്റു മാധ്യമങ്ങളിലും ഇട്ടുകൊണ്ട് ഇത് അത്ഭുതം പ്രവർത്തിച്ച ഒരുവനാണെന്ന് യേശു പറഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കൂ. യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യക്തമായിരുന്നു, അത് ശക്തമായിരുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവും നമുക്ക് കൃപ പകരുകയാണ്. നമ്മുടെ ഉള്ളത്തിലും കർത്താവിന്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾ നാമും ചെയ്യുവാൻ ഇടയായി തീരുമാനാകട്ടെ.
ക്രിസ്തുവിന്റെ സാക്ഷ്യമായി തീരുവാൻ നമുക്കും ഇടയായി തീരുമാറാകട്ടെ. അവന്റെ അത്ഭുതങ്ങൾ വ്യക്തമായിരുന്നത് പോലെ നാമും ചെയ്യുന്ന ശുശ്രൂഷ അനേകർക്കും വ്യക്തമായി തീരേണ്ടത് ആവശ്യം തന്നെ. ശുശ്രൂഷ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ശുശ്രൂഷ എന്നുള്ളത് അത് അനേകർക്ക്, ആയിരങ്ങൾക്ക് പ്രയോജനമായി തീരണം. അനേക വ്യക്തി ജീവിതങ്ങൾക്ക് പ്രയോജനമായി തീരണം. ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റനേകർക്ക് പ്രയോജനമായി തീരണമെന്ന് വ്യക്തമായി ഞാൻ ഇന്ന് രാത്രിയിൽ വ്യക്തമാക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗെത്സമനയിലേക്ക് ചെല്ലും. സ്തോത്രം. തന്നെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദ മുഖാന്തരം സ്തോത്രം ഗെത്സമനയിൽ അവൻ ഉള്ള മുരുകുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണുവാൻ ഇടയായി. അവന്റെ രോമകൂപത്തിൽ കൂടെ രക്തത്തുള്ളികൾ പുറത്തേക്ക് ബഹിർഗമിക്കുമാറ് അവൻ പ്രാണവേദനയിലാകുവാൻ ഇടയായി. 42 മാസത്തെ മിനിസ്ട്രിയിൽ യേശുവിന്റെ സാന്നിധ്യം മൂലം അനേക രോഗികളെ സൗഖ്യം പ്രാപിക്കുകയാണ്. അനേക സ്ഥലങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. കല്ലറയിൽ അകപ്പെട്ട 4 നാൾ കഴിഞ്ഞ ലാസറിനെ പുറത്തു കൊണ്ടുവരാനിടയായി തീർന്നു. പാപത്താൽ നിറയപ്പെട്ട അനേകർക്ക് അവരുടെ പാപത്തെയും മോചിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ സ്തോത്രം ഗെത്സമനയിലേക്ക് ചെല്ലുമ്പോൾ കാണുവാൻ കഴിയുന്നവൻ പ്രാണവേദനയിലേക്ക് ആകുവാനിടയായി തീർന്നു. എന്താണ് അതിന് കാരണം? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അറക്കപ്പെട്ട നസ്രയനായ യേശു ക്രിസ്തുവിനെ നോക്കി. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് വഴിതെളിച്ചു വിട്ടതായ സ്തോത്രം, അതിന് മുഖാന്തരങ്ങൾ ഒരുക്കിയതായ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയാം, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുവാൻ എത്തുന്നു. ആദിമ മനുഷ്യനാണ് ആദിമകാലം മുതൽക്കുകയും ഏദനിലുള്ള നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ തേജസ്സിനെ നമ്മളിലേക്ക് പകരേണ്ടതിനായി പാപമറിയാത്തവൻ പ്രാണവേദനയിലാകുവാനിടയായി എത്തുന്നു. ഗെത്സമനയിൽ പിടിക്കപ്പെട്ട യേശു ക്രിസ്തു ഗബദ എന്ന കൽക്കളത്തിൽ അടിക്കപ്പെടുകയാണ്. ആപാത ചൂടം ഇരു കാപാലകന്മാർ സ്തോത്രം ഒരു വലിയ കുറ്റി അമഴ്ത്തിക്കെടുത്തി ഇരുമ്പ് ചൂണ്ടകളും മുൾക്കുളത്തുകളും അസ്ഥി കഷ്ണങ്ങളും ഈയക്കെട്ടുകളും വെച്ച് കെട്ടിയ രോമൻ ചാട്ടവാർ അവന്റെ പുറത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. ഉഴുവജാൽ ഉഴുതുമറിച്ച് നിലക്കിണക്കെ അവർ യേശുവിന്റെ പുറത്തേക്ക് ചാട്ടയിട്ടടിക്കുവാൻ വസ്ത്രം കല്ലിൽ തല്ലി അലയ്ക്കുന്നത് പോലെ, ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ടി എറിയുന്നത് പോലെ അവർ യേശുവിന്റെ പുറത്തേക്ക് ചാട്ടവാറിട്ട് ആഞ്ഞടിക്കുവാനേ. ആവാത ചൂടം അടികളേറ്റ് വാങ്ങിയ യേശുവിനെ ഒരു പഴം തുണിക്കെട്ടുപോലെ ഗബദ എന്ന കൽക്കളത്തിൽ വീണ് കിടക്കുകയാണ്. എല്ലാവരും വിചാരിച്ചു ഗെത്സമന കൊണ്ട് ഇവൻ തീരും. അവിടെ നിന്നും അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഗബദ എന്ന കൽക്കളത്തിൽ അടിക്കപ്പെടുമ്പോൾ അവിടെ കൊണ്ട് തീരുമെന്ന് വിചാരിച്ച അനേകർക്ക് തെറ്റി. പ്രാണവേദന കൊണ്ട് പുടയുന്ന ഈ നസ്രയനായ യേശു ക്രിസ്തു അവൻ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. പച്ച പൈന്മരക്കുരിശും തോളിലെ ഏന്തിക്കൊണ്ട് ജെറുസലേമിന്റെ തെരുവീതിയിൽ കൂടെ കാൽവരിയിലേക്ക് അവൻ നടന്നെടുക്കുകയാണ്. ഗോൽഗോത്തയിലേക്ക് അവൻ നടന്നെടുക്കുകയാണ്. ജെറുസലേമിന്റെ തിരുവീതിയിൽ അവൻ പരസ്യമായി നിന്ദിക്കപ്പെടുവാനിടയായി തീർന്നു. അവന്റെ മുഖത്തേക്ക് അവൻ അനേകർ കാൽക്ക് ചെറുപ്പുവാനിടയായി തീർന്നു. കരങ്ങളിൽ കോല് കൊടുത്തിട്ട് പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവേ കണ്ണ് കെട്ടി കന്നത്തടിച്ചു നീ പ്രവാചകനല്ലേ, നിന്നെ തല്ലിയതാ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, സകല പൂജാരചനങ്ങളെ സകല ഭൂലോകത്തെ നിർമ്മിച്ചവനായ നസ്രയനായ യേശു നക്ഷത്രങ്ങളെ കൂട്ടുമുട്ടുവാൻ കഴിയാത്ത വിധത്തിൽ അവയെ അതിന്റെ നേർതലത്തിൽ നിർത്തുന്നവനായ നസ്രയനായ യേശു ക്രിസ്തു, ആഴിയെ കൂമ്പാരമായി കൂട്ടുന്നവൻ, സമുദ്രത്തെ കൂമ്പാരമായി കൂട്ടുന്നു, സകലത്തിന്റെ അധികാരത്തിന്റെ ഉടമസ്ഥനാകുന്ന നസ്രയനായ യേശു ക്രിസ്തുവിനെ കന്നത്തടിക്കുവാനേ. ഒരു നിമിഷം അവൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വഴിയാനിട്ടല്ല, അവൻ പ്രവാചകനാണെന്ന് തെളിയിക്കുവാൻ വഴിയാനിട്ടല്ല, അവൻ എന്നെ നിങ്ങളെ ഓർത്ത് അവൻ മിണ്ടാതിരുന്നത്.
കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്ന അവന് വേണ്ടി ഇന്ന് രാത്രിയിൽ എത്ര പേർ സന്തോഷത്തോടെ, കർത്താവേ ഞാൻ അങ്ങയുടെ പൈതലാണ്, അവൻ ആരെല്ലാം എന്നോട് എതിർത്താലും സ്തോത്രം, ഞാൻ അങ്ങയുടെ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് പറയുവാൻ എത്ര പേർക്ക് ഇടയായിത്തീരും. നിന്റെ പേര് ശീമോൻ എന്ന, നിന്റെ അപ്പന്റെ പേര് യോഹന്നാൻ എന്ന, നിന്റെ പേര് ശീമോൻ എന്ന് മാറി കേഫ എന്നാകുമെന്ന് അന്ത്രയോസ് ശീമോനെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ട് പരിചയപ്പെടുത്തുമ്പോൾ അവന്റെ പേര് ഇടാൻ പോകുന്നവരും അവന്റെ അപ്പന്റെ പേര് ഉറക്കെ പറഞ്ഞവനാ നമ്മുടെ നസ്രയനായ യേശു ക്രിസ്തു. ഇപ്പോൾ യേശുവിന്റെ നാഴികയല്ല, ഇത് റോമൻ ഭരണകൂടത്തിന്റെ നാഴികയായതുകൊണ്ട്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാകുന്നത് ആയതുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 11 നസ്രയനായ യേശു ക്രിസ്തു വീണ്ടും എഴുന്നേറ്റും എന്ന് നമുക്ക് കാണുവാനിടയെത്തി. എന്നാൽ ഒരിടങ്ങളിൽ മാത്രം അവൻ വീട് കിടക്കി. എന്തിനായിരുന്നു അവൻ എഴുന്നേൽക്കാതിരുന്നത്? സ്തോത്രം. അവൻ വയലിൽ നിന്നും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് അവനൊരു കുറയനക്കാരനാകുന്ന ശീമോന് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, ആ ശീമോനെ കടന്നു വരുമ്പോൾ അവനെ നിർബന്ധിച്ച് ആ കുരിശ് ചുമപ്പിക്കുവേണ്ടതിന് വേണ്ടിയിട്ട് റോമൻ പടയാളികൾ നിർബന്ധിക്കുകയാണ്. അവൻ ശീമോൻ ആ ഭാഗ്യം ലഭിക്കുവാനിടയായിരുന്നു. തന്റെ അപ്പോസ്തലന്മാർക്കും തന്റെ ശിഷ്യഗണങ്ങൾക്കും സുവിശേഷകന്മാർക്കും യെരൂശലേമിലെ സകല മനുഷ്യർക്കും കിട്ടാതിരുന്ന ഒരു അവസരം ഇതാ, ഹല്ലേലൂയ, സ്തോത്രം, കുറയനക്കാരനാകുന്ന ശീമോന് അവന് വീണ്ടും കിട്ടുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ക്രൂശി കഷ്ടതയെ അവൻ ചുമത്തുകയാണ്. അവൻ കർത്താവിന്റെ ക്രൂശി എന്ന് പറയുന്നത് കർത്താവിന്റെ കഷ്ടതയെ ആണെന്ന് ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കുക. അവൻ കർത്താവിന്റെ കഷ്ടതയെ ആരേറ്റെടുക്കുന്നു, അവന് വേണ്ടി അവന്റെ വ്യക്തിപരമായ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയ, അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്, അവന്റെ സമൂഹം കുടുംബത്തോടൊപ്പം അവന്റെ സമൂഹം, അവൻ കർത്താവിന്റെ ദൈവസഭ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കടന്നു വരികയാണ്. ആരിന്ന് രാത്രിയിൽ അവന്റെ കഷ്ടതകൾ ഏറ്റെടുക്കുവാനേ തീരും, ആരിന്ന് അവന്റെ ക്രൂശ് ഏറ്റെടുക്കുവാനേ തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഗോൽഗോത്തയുടെ കൽക്കളത്തിൽ, ഗോൽഗോത്തയിൽ നസറേയനാകുന്ന യേശു ക്രിസ്തു മൂന്നാണിമേൽ തൂങ്ങിക്കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ദൈവമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് അവിടെ നിന്ന് അവന്റെ അടുത്ത് പോലും ആർക്കും നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ സർവശക്തനായ ദൈവത്തിന് അത് തെളിയിക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ല, എന്നെ നിങ്ങളെ ഓർത്തവൻ മിണ്ടാതിരിക്കുവാൻ എത്തുന്നു. ആമേ, സ്തോത്രം. അവൻ അടികളേറ്റെങ്കിൽ മാത്രമേ, അവൻ കല്ലിലെ കുരിശുമായി വീണെങ്കിൽ മാത്രമേ, അവൻ കല്ലിലെ കല്ലിൽ തട്ടി വീണെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, ആ കുരിശുമായി ഗോൽഗോത്തയിലേക്ക് നടന്നെങ്കിൽ മാത്രമേ, അവൻ സകല രക്തവും അവൻ ഹല്ലേലൂയ, സ്തോത്രം, ഊറ്റിയെങ്കിൽ മാത്രമേ, ആണികൾ ഇരുകാലങ്ങളിലും ആഴ്ന്നിടുമെങ്കിൽ മാത്രമേ, ഇരുകാലുകളും ബന്ധിച്ചിട്ട് അവൻ ഹല്ലേലൂയ കഷ്ടങ്ങൾ നുറുങ്ങുമാറ്, അവൻ ഹല്ലേലൂയ വേദനകൾ സഹിച്ചെങ്കിൽ മാത്രമേ എന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയൂ എന്നുള്ളത് അവന്റെ പദ്ധതിയായിരുന്നു. സകലരും വിചാരിച്ചു, റോമൻ ഭരണകൂടം വിചാരിച്ചു, സകല മാനവകുലം വിചാരിച്ചു, ഇവിടം കൊണ്ട് ഹല്ലേലൂയവൻ തീരുകയാണ്. അവൻ കല്ലറയിൽ അവനെ അടക്കം ചെയ്യുവാനിടയായി തീർന്നു. റോമൻ ഇമ്പീരിയൽ മുദ്രയും പതിപ്പിച്ചുകൊണ്ട് റോമൻ ഭരണകൂടങ്ങളിൽ പട്ടാളക്കാർ ആ കല്ലറയുടെ ഇരുസൈഡിൽ നിൽക്കുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവൻ കല്ല് കൂട്ടുകാരുമായി കടന്നു വരുന്ന നിമിഷത്തെ കല്ലറകൾ തുറന്നിരിക്കുന്ന അവസ്ഥകൾ കാണുവാനിടയായി തീർന്നു. താഴോട്ട് വായിക്കുമ്പോൾ അവർ യേശുവിനെ കാണുവാനിടയായി തീർന്നു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ അവർ കാണുവാനിടയായി തീർന്നു എന്ന്, യേശുവിന്റെ സാന്നിധ്യം അവർ അനുഭവിക്കുവാനിടയായി തീർന്നു പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഇന്ന് രാത്രിയിൽ കേൾക്കൂ, കിഴക്കൻ ചക്രവാളത്തിൽ ഉദയസൂര്യനാകുന്ന സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഇരുട്ടിന്റെ അവസ്ഥകൾ മാറിക്കിട്ടുകയാണ്. ഇരുട്ടിന് പിന്നെ അവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല. ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളും സ്തോത്രം ഉദിച്ചുയരിന്റെ സൂര്യന്റെ പ്രകാശത്താൽ ഇരുട്ടിന്റെ പരപ്പ് മാറിക്കിട്ടുക, അന്ധകാരം മാറുകയാണ്. ദേശത്തെ വ്യാപരിച്ചിരുന്ന ഇരുട്ടിന്റെ മൂടുപടങ്ങൾ മാറിക്കിട്ടുകയാണ്. എന്ന് പറയുന്ന പോലെ സകലരും വിചാരിച്ചപ്പോൾ സ്തോത്രം ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, റോമൻ ഭരണകൂടത്തിനോ
അവർ ഹല്ലേലൂയ കൊത്തിവെച്ച ഇമ്പീരിയൽ മുദ്രയ്ക്കോ, ആമേ സ്തോത്രം ഹല്ലേലൂയ കല്ലറയ്ക്കോ, ആമേ നിത്യനാകുന്ന ശാശ്വതവാസിയാകുന്ന തേജസ്സിന്റെ പ്രഭയാകുന്ന സത്യത്തിന്റെ മുദ്രയാകുന്ന സകല മാനവരക്ഷയും രക്ഷയ്ക്ക് മുതുകുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തെ വഹിക്കുന്നവനാകുന്ന ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുന്നവനാകുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൽ പറയുന്ന പ്രകാരം അവനിതാ മൂന്നാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ആമേ സ്തോത്രം അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ദാസന്മാരെ, ആമേ 2019 വർഷങ്ങൾക്ക് മുമ്പായി നമുക്ക് വേണ്ടി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ് ഇന്ന് രാത്രിയിൽ നാം ആരാധിക്കുന്നത്. അവനെയാണ് നാം സ്തുതിക്കുന്നത്. നമുക്ക് ആശയ്ക്ക് വകയുണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. സകല മാനവ കുലത്തിന്റെ രക്ഷയ്ക്കായി സകല മാനവ കുലത്തിനും സന്തോഷത്തിന് വകയൊരുക്കുവാൻ ഇതാ ഹല്ലേലൂയ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഓർക്കുക, കർത്താവിന്റെ അത്ഭുതങ്ങൾ എത്ര വലുതാണ്, കർത്താവിന്റെ ശുശ്രൂഷകൾ എത്ര വലുതായിരുന്നു. അവൻ ഒരിക്കലും ഞാൻ നഷ്ടപ്പെട്ടു പോകും, ഇവിടെ കൊണ്ട് ഞാൻ അവസാനിക്കുമെന്ന് പറഞ്ഞ അനേകായിരങ്ങൾക്ക് വിടുതലായി തീരുമാനിടയായി തീർന്നു. ഇന്ന് കർത്താവ് അതാരം ആഗ്രഹിക്കുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് ഉള്ളാകുന്നവനായി നിൽക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കാം. കർത്താവിന്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞതുപോലെ, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഞാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്ക് ആ ദിവസത്തിൽ തരും. അതെനിക്ക് മാത്രമല്ല, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ഏവർക്കും കൂടെ തന്നെ. ഹല്ലേലൂയ സ്തോത്രം. സുവിശേഷത്തിന് വേണ്ടി അത്യുദാനം കഷ്ടപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടതായ ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സുവിശേഷ നിമിത്തം സകലതും ചെയ്യും. ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഓടുന്നു എങ്കിൽ ബിരുദ പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും ബിരുദ പ്രാപിക്കുവാൻ തക്കൊന്നും ഓടേണമെന്ന് കർത്താവിന്റെ ദാസൻ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അവൻ കർത്താവിന്റെ വരവ് ഏറ്റവും എടുത്തു. നമുക്കൊരുങ്ങാം, അതിനായി നിലകൊള്ളാം. ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ മക്കളെ അടിയറവ് പറയിക്കുവാൻ പിശാച് കൂടെ ഉണ്ടെങ്കിലും തകർത്ത് കളയുവാൻ അവന് സാധ്യമല്ല. കാരണം നമ്മോട് കൂടെയുള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. ആ വചനത്തിൽ നാം ധൈര്യം പ്രാപിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. കേട്ട വചനത്തിന് ഭാഗം നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി സകലരെ അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിനെ ആശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ ദൂതനായി, ദൈവത്തിന്റെ വചനത്തായി നിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിതാവേ. അതിനുള്ള കൃപകളും ശക്തി ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയിൽ കൂടെ, എന്റെ ദാസന്മാർ കാണിച്ചു തന്ന മാതൃകയിൽ കൂടെ ജീവിക്കുവാൻ, സത്യസുവിശേഷനോട് ജീവിക്കുവാൻ, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പിതാവേ, അതിന് ഞങ്ങൾക്ക് കൃപ നൽകുന്ന പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സകല വിഷയങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. നാമം ചോദിക്കുന്നു, കൃപ ഒന്ന് കേട്ട് ഉത്തരവുമാറാകണമേ. ആമേൻ. എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ ആശിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.